ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളീയർ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്സവകാലമാണ് ഓണക്കാലം എന്ന് പറയുന്നത്. ഓണക്കാലം ഒരു വിളവെടുപ്പിൻ്റെ കൂടെ കാലമാണ്. നമുക്കത് ഈ വാഴക്കൊലയൊന്ന് വെട്ടാം കേട്ടോ. ഈ ഓണം ആയിക്കൊണ്ട് ശരിക്കും വിളഞ്ഞു നിൽക്കുവാണേ. അപ്പം കൊച്ചു ചെറുക്കനെ കൊണ്ട് വേണം, ശിവദത്തിനെ കൊണ്ട് വേണം നമുക്കത് വെട്ടിച്ചെടുക്കാനേ. പറഞ്ഞു കൊടുക്കുവാണ്. നമ്മുടെ ഈ പറമ്പിലുണ്ടല്ലോ ഏത്തവാഴ വളരത്തില്ല, അതുകൊണ്ട് നമ്മൾ ഏത്തവാഴ വെക്കാറില്ല. ഇതുപോലത്തെ ചെറിയ ചെറിയ വാഴക്കൊല ഉണ്ടാകുന്ന വാഴകളാണ് വെക്കുന്നത്. കറിക്കായ വാഴക്കൊല വന്ന് നിലത്തടിക്കാതെ അതൊക്കെ വാഴക്കൊല പിടിക്കും. വാഴക്കച്ചി ആൾക്കാർ അവിടെ കിടന്നുണ്ട്, ഞാൻ ചെടിച്ചോട്ടിൽ വെച്ചോളാം. അപ്പം അന്ന് വെട്ടിയെടുത്താൽ മതി. അതിൻ്റെ തൂമ്പുവശവും വെട്ടിക്കളണേ. മുൻവശവും ശാലം വെട്ടി അവിടോട്ട് തന്നെ ഇട്ടായിരുന്നു. ചെടിച്ചോട്ടിലോട്ട് നമുക്ക് മാറ്റിയിടാം. ഓക്കെ. നമ്മുടെ ഈ മുളകയിൽ 5-6 പച്ചമുളകാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ന് ഓണത്തിന് ഉപയോഗിക്കാനുള്ള അത്ര പച്ചമുളക് കിട്ടാനുള്ളതുണ്ട്. ഇതുപോലെ നമ്മൾ ആ കുരുടിപ്പ് മാറ്റിയ മുളകാണേ. അവിടെ അങ്ങ് ഒരു കുരുടിപ്പും ഇല്ല. പക്ഷേ ഇത് കാട്ടി നിൽക്കുന്നതല്ല ഇപ്പം നിൽക്കുന്നത്. കാരണം ആ മഴ സമയത്ത് നമുക്കിങ്ങോട്ട് ഇറങ്ങാനോ ഇതൊന്നും കാട് പറിച്ചു കളയാനോ പറ്റാഞ്ഞ കാരണം കണ്ടമാനം കാട് കയറിയിട്ടുണ്ട്. ഇനി അത് ഒരു തോർച്ചയുള്ള സമയത്ത് വേണം. ഓടി ഓടി മഴ വരുമ്പോൾ നമുക്ക് ഒരാളെ പണിയാൻ നിർത്താനും പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയൊന്ന് വൃത്തിയാക്കാം. കണ്ട ഇത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറിച്ചെടുക്കാവേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെറസയിലെ മുളക് പറിക്കാതെ തന്നെ നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാനുള്ള മുളക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇത്രയും പച്ചമുളകും കിട്ടിയിട്ടുണ്ട്, 2 സാലഡ് കുക്കുംബറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ടെറസിൽ നിന്ന് വിളവെടുക്കാം. അപ്പം ഞാൻ ഒരു ചെറിയ വിളവെടുപ്പ് ഞാൻ നടത്താൻ പോവുകയാണ് നമ്മുടെ ടെറസിലെ. കാരണം ഇന്ന് ഉത്രാടമാണ്. ഉത്രാടം എന്ന് പറഞ്ഞാൽ ഓണപ്പാച്ചിലിൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്ക് നാളെ കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ തേടി ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോയി. അപ്പം മാർക്കറ്റിൽ പൊതുവേ തിരക്കായിരിക്കും. അപ്പോൾ ആ തിരക്കിനിടയ്ക്ക് ഉള്ള കടയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് അല്ലെ മറ്റൊരു കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച നാളത്തേക്കിനുള്ള സാധനങ്ങളൊക്കെ ആയോ, എന്തെങ്കിലും കുറവുണ്ടോ, ഇങ്ങനെ വേവലാതി എടുക്കുന്ന പ്രത്യേകിച്ച് വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വേവലാതിയുള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ വിളവെടുക്കാം. ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നതിൻ്റെ ബാക്കി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ചെറിയൊരു വിളവെടുപ്പ് തുടങ്ങാം. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് വിളവെടുപ്പ് തുടങ്ങാവേ. ഇങ്ങോട്ട് നോക്കി, കണ്ടോ, കായ്കളുടെ ബലം കൊണ്ടും വള്ളിയുടെ എന്തുകൊണ്ടാണോ പറ്റിയത് അതേ പാവം പെടന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതേ കായ്കളെല്ലാം ഒന്ന് വിളവെടുത്തതിന് ശേഷം നമുക്കിവരെ വലിച്ച് മുകളിലേക്ക് ഉയർത്തി കെട്ടാവേ. കണ്ടോ, നല്ല ഭംഗിയുള്ള നല്ല കളറുള്ള നല്ല തക്കാളിയുടെ പഴമാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ വലിപ്പമുള്ള തക്കാളി കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കിയാൽ മതി. നിങ്ങൾക്കും ഇതേപോലെ നല്ല കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെയുള്ള നല്ല വലിയ തക്കാളി നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ചെയ്യുന്ന ഇതിനെ ഇനി വീണ്ടും കയറ് കെട്ടി മുകളിലോട്ട് കെട്ടി വിടുവേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ സമയം ഇതിനു വേണ്ടി കളയുന്നില്ല. ഞാനിനി അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ ചുമന്ന എല്ലാം എടുക്കുവാണ്. പറ്റുന്നത്ര എടുക്കുവാണെങ്കിൽ അവരുടെ വെയിറ്റും കുറയും. പക്ഷേ ഇവർ പെടന്ന് വീണപ്പോൾ ഉണ്ടല്ലോ, ദേ നമ്മുടെ കായ്ക്കുന്ന ഒരു വെണ്ടയെ കൂടെ ഒടിച്ചു കളഞ്ഞിട്ടുണ്ടേ. കണ്ടോ. അപ്പോൾ നമുക്ക് ദേ അതൊന്ന് വിളവെടുത്തേക്കാം. ഇനിയിപ്പോൾ അത് അവിടുന്ന് വെട്ടി വിടുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് പണി. പിന്നെ ശിഖരങ്ങളൊക്കെ വന്നോളും, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ദേ ഇവിടെ ഉണ്ട് 2 എണ്ണം പഴുത്തത്. അപ്പോൾ ഞാൻ ദേ അതും കൂടെ ഒന്ന് വിളവെടുക്കുവാണേ. നമുക്കിന്ന് നല്ലോണം തക്കാളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ പറിക്കണമെന്ന്, പക്ഷെ പറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ കിടന്ന് ഇത് അഴുക്കായി പോവും. അപ്പോൾ അത് ഇവിടെ ഒരു 5-6 വെണ്ടയ്ക്കയുണ്ട്. നമുക്ക് സാമ്പാർ വെക്കാനൊക്കെ വെണ്ടയ്ക്ക വേണ്ടേ. അപ്പോൾ നമുക്ക് ആ വെണ്ടയ്ക്ക കൂടി എടുക്കാം. ഇനി ഇത് വീണ്ടും ഇതിൻ്റെ ശിഖരം കോതിക്കളയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ 2-3 ചുവന്ന വെണ്ടയും. ഇതെല്ലാം ആനക്കൊമ്പൻ വെണ്ടയുടെ ഇനമാണ് കേട്ടോ. ഇങ്ങനെ ഇത് വളഞ്ഞു ചുറ്റി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കയറി വരുമ്പോൾ എന്തെങ്കിലും കീടങ്ങളുടെയൊക്കെ ശല്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ വളരത്തില്ല, ചുരുണ്ട് കൂടിയൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കിതേ ഇവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ ദേ ഈ ചെടിയെ കണ്ടോ, 3-4 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം കൂടെ വിളവെടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഓണപ്പാച്ചിലിൽ വെണ്ടയ്ക്കായ്ക്കുള്ള പാച്ചിൽ നമുക്ക് ഒഴിവാക്കാം. കണ്ടോ, നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഒരു 5-6 പയറുണ്ട്. നമുക്കിപ്പം തോരൻ വയ്ക്കാനോ അല്ലെങ്കിൽ ഒരവിയലിനകത്തിടാനോ ഒക്കെ ഇച്ചിരി പയർ വേണ്ടേ.
അപ്പം നമുക്കിത് ആ പയർ ഇവിടുന്ന് എടുക്കാം. അപ്പം ഞാൻ ദേ ഇങ്ങനെ 2-3 എണ്ണമായി വലിച്ചു തന്നെ പറിച്ചെടുക്കുക. ഇച്ചിരി അങ്ങോട്ട് മാറി ഇവർ വളർന്ന കാരണം എനിക്കത് വിളവെടുക്കാനായിട്ട് പ്രയാസമാണ്. കണ്ടോ, നമ്മുടെ ആവശ്യത്തിന് ഒരു അവിയലിനകത്തിടാനും ഒരു തോരനകത്തിടാനും ഒക്കെയുള്ള പയർ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടും. ഇത് വിളഞ്ഞു പോയി തത്തമ്മയെ ആക്രമിക്കുകയും ചെയ്തു. കണ്ടോ, ഈ നീളമൊക്കെയുള്ള പയറാണ്. നമുക്കിത് പ്രത്യേകിച്ച് ഒരു പരിചരണവും ചെയ്യാനില്ല. ഇങ്ങനെ വളർത്തി ഇച്ചിരി വളവും വെള്ളവും കൊടുക്കുന്നതല്ലേ ഉള്ളൂ നമ്മൾ. ഇത് ഇവിടെയുണ്ട് അതുപോലെ 2 വെണ്ടയ്ക്ക. അപ്പോൾ അതും കൂടെ അങ്ങ് എടുത്തേക്കാം. വെണ്ടയ്ക്ക ആരോഗ്യം പോരാ, ചിലപ്പം വെയിൽ കിട്ടുന്ന കുറയും. കാരണം മുകളിലോട്ടുള്ള സാധനങ്ങളെല്ലാം നല്ലോണം പടന്നല്ലോ. ഇത് ഇവിടെയുണ്ടൊരു തക്കാളി, കണ്ടോ. അപ്പം നമുക്കിത് ഇത്രയും സാധനം ഇവിടെ നിന്ന് കിട്ടിയതേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറെ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, റാഡിഷാണേ. അവരിങ്ങനെ വളരുന്നതിനനുസരിച്ച് മുകളിലോട്ട് പൊങ്ങി വരും, കണ്ടോ. അപ്പോൾ ഇത് സാമ്പാറിനകത്തിടാൻ കൊള്ളാം. ഇതിൻ്റെ ഇലകൾ തോരൻ വെക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിവിടെ അങ്ങ് കളയുമായിരുന്നു. ഇനി അടുത്തതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. ഇതൊരു സാലഡ് കുക്കുംബറുണ്ട്. അതുപോലെ നമ്മുടെ മുരടിപ്പ് പിടിച്ച മുളക് ചെടിയാണേ. ഇത് അത്രയ്ക്ക് ശരിയായില്ല, പക്ഷേ ഇതൊരു കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ മുരടിപ്പ് വരുന്നതിന് മുൻപുണ്ടായ കായ്കളാണേ. അപ്പോൾ ഞാൻ ഇതങ്ങ് പറിച്ചെടുക്കുവാണ്. ഇനി നമുക്കിതിന് ഒന്നും കൂടെ നമ്മൾ ആ ചെയ്ത മരുന്ന് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണേ. കണ്ടോ, കുറച്ച് തക്കാളി ഇവിടെ ഉണ്ടേ. അപ്പോൾ നമുക്ക് ആ തക്കാളിയും കൂടെ വിളവെടുക്കാം. ഇതിനെ ഇങ്ങനെ കാണുന്നത് തന്നെ നമുക്ക് നല്ല സന്തോഷമാണ്. ഇതുപോലെ നമ്മുടെ തോട്ടത്തിൽ പഴുത്ത് നിൽക്കുന്ന, ഞാൻ ശരിക്കും ചുമന്ന് തുടങ്ങിയതിനെ അങ്ങനെ പറിക്കുന്നില്ല കേട്ടോ. കാരണം പഴുത്തത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ബാക്കി അവരവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ വിളവെടുക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് വിളവെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റ് മുണ്ട് ഇഷ്ടമായിട്ടുണ്ടോ? നല്ല സിമ്പിളായിട്ടുള്ള ഉടുക്കാൻ നല്ല സോഫ്റ്റായ മെറ്റീരിയലിൻ്റെ സെറ്റ് മുണ്ടാണേ. അപ്പം വീട്ടിലൊക്കെ ഉടുക്കുന്നവർക്കാണെങ്കിലും നല്ലതാണ്. വലിയ വിലയൊന്നും ആയിട്ടില്ല. 450 താഴെയുള്ള വിലയാണ്. ഞാനിത് കുത്താമ്പുള്ളിയിൽ നിന്ന് വാങ്ങിച്ചതാണേ. നമ്മൾ കുത്താമ്പുള്ളിയിൽ സെറ്റ് സാരിയും സെറ്റും എടുക്കാൻ പോയതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചില്ലി ജാസ്മിൻ വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ടേ. ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ പറിച്ചെടുക്കാം. ഇത് കണ്ടോ, കൊലയായിട്ട് നിൽക്കുന്ന കണ്ടോ. അപ്പോൾ നമുക്ക് ഇവരുടെ കുറച്ചെണ്ണം 1-2 എണ്ണം നമുക്ക് പറിച്ചെടുക്കാം. ഇഷ്ടംപോലെ തക്കാളി ഇന്നുണ്ട്. ഇവിടെ ഇട്ടിരുന്ന വേറൊരു കുഴപ്പമാണ്, കിളി വന്ന് കൊത്തും. അതിനകത്തെ അരി തിന്നാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഈ നിൽക്കുന്ന തക്കാളിയും കൂടെ ഞാൻ പറിക്കുവാണേ, കണ്ടോ. അപ്പം ചില്ലി ജാസ്മിൻ്റെ തക്കാളിയുടെ വിളവെടുപ്പാണേ. അപ്പോൾ തക്കാളി എന്തൊക്കെ ചെയ്താലാണ് ഇതുപോലെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിനകത്തെ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ കൊട്ട നിറച്ച് തക്കാളി വെള്ളമെടുക്കാനായിട്ട് വരും. കണ്ടോ, കിടക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. ഇവിടെ നമുക്കൊരു സാലഡ് കുക്കുംബറുണ്ടേ, അത് പറിച്ചെടുക്കാം. ഇവിടെ പിന്നൊരു വിളവ് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇതൊരെണ്ണം ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതത്ര വലുതായിട്ട് വളരത്തില്ല. അങ്ങോട്ട് നോക്കിയാൽ തക്കാളി പന്തലേ കിടക്കുന്നുണ്ടോ. എന്നാ നല്ല സുന്ദരമായൊരു കാഴ്ചയാണെന്ന് കണ്ടോ. കുറച്ച് പച്ചമുളക് നമ്മൾ പറമ്പിൽ നിന്ന് വാഴക്കല വെട്ടാൻ പോയപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 5-6 പച്ചമുളകുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ അങ്ങോട്ട് പറിച്ചിട്ടേക്കാം. പിന്നെ ചില ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പച്ചമുളകെ പൊള്ളൽ പോലെയുള്ള പാടുകൾ വരുന്നു, അങ്ങനെ അത് പച്ചമുളകിൽ പൊള്ളൽ വന്നിട്ട് അത് കൊഴിഞ്ഞു പോകുന്നു പാകമാകുന്നതിന് മുമ്പേന്നെ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല പണിയെന്ന് പറയുന്നത് സ്യൂഡോമോണാസിൻ്റെ സ്പ്രേ ആണ് കേട്ടോ. ഞാനപ്പോൾ അത് കമൻറ്റിനകത്തൂടെ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഞാൻ ചെയ്തില്ല. ഈ ആഴ്ച എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ, എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ചെറുക്കനും എല്ലാം അസുഖമായിട്ട് ആഴ്ചയിലല്ല 1-2 ദിവസം എനിക്ക് ഇവരെയും കൊണ്ട് ആശുപത്രി പോകേണ്ടിയൊക്കെ വന്ന കാരണം നമ്മൾ വീഡിയോകളാണ് ഇടുന്നത് കുറഞ്ഞും പോയിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കാനും ഒക്കെ പറ്റാതെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയും. ഇപ്പം വീഡിയോയുടെ എണ്ണമൊക്കെ അല്ലേ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത്യാവശ്യം വേണ്ടുന്ന ആശുപത്രി കേസിനെ ഒഴിവാക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെയാണ് പറ്റിയത്. നമുക്ക് ഓണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇവിടുന്നും കിട്ടിയിട്ടുണ്ട്, കണ്ടോ.
ഇത് കണ്ടോ, മഴ പെയ്തപ്പം ബന്ദിയുടെ പൂക്കളൊക്കെ കണ്ടോ ഒടിഞ്ഞു പോയി. ഇവർ മഴ പെയ്ത് കഴിഞ്ഞാൽ നേരെ നിൽക്കത്തില്ല, ഒടിഞ്ഞു പോകും. ഇനി നമുക്ക് ഇവിടെ 2-3 വഴുതനങ്ങയൊക്കെ ഉണ്ടേ. ഓരോ ഏരിയ തിരിച്ച് നമുക്കങ്ങ് പറിച്ച് തീർത്തേക്കാം. കണ്ടോ, പല്ല് പോലെയൊക്കെ. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കാര്യമായ ഓണമൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു പോയ വർഷമാണേ. കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓണമൊന്നും ആഘോഷിക്കുന്നില്ല. ഇതൊക്കെ വിളവെടുത്താൽ ആർക്കെങ്കിലും വേണ്ടവർക്കൊക്കെ കൊടുക്കുകയുള്ളൂ. ഞങ്ങളൊരു കഞ്ഞിയും തോരനും മാത്രമേ ഉള്ളൂ നാളെ വെക്കുന്നത്. അപ്പോൾ ദേ ഇവിടെ ഒരു പാവയ്ക്കയുണ്ട്, ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ദേ 2ാമത്തെ കൊട്ടയാണേ. ഓണത്തിന് ഒരു മുറ അല്ല, നമ്മൾ ഒരു കൊട്ട. കണ്ടോ പച്ചക്കറികൾ വിളവെടുക്കുന്നത്. ഇവിടെ 2-3 വെണ്ടയുണ്ടേ. അപ്പോൾ നമുക്ക് ആ വെണ്ടയ്ക്ക ഒന്ന് വിളവെടുത്തിട്ട് പോവാം. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരല്ലേ, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാതെ നമ്മുടെ ഈ ഓണ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടാൻ മറന്നു പോകല്ലേ. പുതിയ ആളുകൾ ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. കണ്ടോ, ഇപ്പോൾ 2-3 വെണ്ടയ്ക്കേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പാവയ്ക്കയും ഒക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ വിളയാതെ പറിക്കുന്നതല്ല കേട്ടോ. ഇത് ഇത്രയൊക്കെ വരത്തുള്ളൂ. അങ്ങനത്തെ കുഞ്ഞം പാവയ്ക്കയത്. നമ്മൾ ഈ വിത്തുകൾ പാകി മേടിക്കുമ്പം വെറൈറ്റി തപ്പി പോകുന്നതുകൊണ്ടാണ് ഈ ചെറിയ ഇനം പാവയ്ക്കയുടെ വിത്ത് ഞാൻ വാങ്ങിച്ച് പാകിയതാണ്. ഇവിടെ തീരെ ചെറുതുമുണ്ട്, അതിനേക്കാൾ വലുതുമുണ്ട്, നല്ല വലിപ്പം വരുന്നതുമുണ്ട്. പക്ഷേ ഇപ്പം നല്ല വലിപ്പം വരുന്നത് കായ്ച്ചു കിടക്കുന്നത് കുറവാണ്. ഇവിടെ എവിടെയോ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഇത് കണ്ടോ, ഒരു പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ വരുമ്പം തീയലൊക്കെ വെക്കുന്നവർക്കാണെങ്കിൽ, ഞങ്ങൾ ഈ പ്രാവശ്യം അതൊന്നും ഇല്ലാത്ത കാരണം വിളവെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ പ്രാവശ്യം ഓണത്തിൻ്റെ വിളവെടുപ്പൊന്നും നടത്തുന്നില്ലേന്ന്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണോ എന്ന്. നമ്മുടെ സാഹചര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പം അത്യാവശ്യം ഇവിടുത്തെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പയറൊക്കെ ഇവിടെ ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇത് കണ്ടോ, എന്തോ കുഴപ്പം പറ്റിയിട്ട് നമ്മുടെ ഈ ചെടിക്കൊരു വാട്ടല, എനിക്ക് തോന്നുന്നത് ബാക്ടീരിയൽ വാട്ടം പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടോ മുകളിലോട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വളഞ്ഞൊക്കെ ഇരിക്കും. താഴോട്ടാക്കിയിട്ടാൽ നീളം വരത്തുള്ളൂ. ഇതിവിടെ കിടക്കുന്നുണ്ടോ, ഇവനെ നമുക്ക് പറിച്ചെടുത്തേക്കാം. കണ്ടോ, അപ്പോൾ ഇതെന്നാണെന്നറിയാവുന്ന ഒരു കമൻറ്റ് ഇട്ടേക്കണേ. ഇതേ കുഞ്ഞായിട്ട് കണ്ട ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു പച്ചമുളകാണേ. ഇത് ബുള്ളറ്റ് മുളകാണ്. ബുള്ളറ്റ് മുളകിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമല്ലോ, പറിച്ചെടുക്കാം ഭയങ്കര സൗകര്യം. ഇതേലെ നമ്മൾ സാധാരണ പച്ചമുളക് പറിച്ചെടുക്കുന്നത് പോലെ പറിക്കുമ്പോൾ ഇലകൾ പോരുകയോ ഒന്നും ചെയ്യത്തില്ല, മുളക് മാത്രമേ പോരത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിലൊരു മുളകിന് അച്ചാറും കൂടെ വെക്കാം നമുക്ക്. കണ്ടോ, അപ്പം ഞാൻ ഇതേലെ അങ്ങ് തീർത്ത് പറിക്കുവാണേ. അപ്പോൾ ഞാൻ വേറൊരു നല്ല ഭംഗിയുള്ള കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് നമ്മുടെ കുഞ്ഞൻ കാന്താരി വയലറ്റാണേ. പക്ഷേ ഇപ്പോൾ അവൻ കളറ് മാറി മെറൂണിലേക്ക് മാറിയിരിക്കുവാണേ. ഇത് മുഴുവനും എനിക്ക് പറിച്ചെടുക്കണം. പക്ഷേ ഞാൻ പറിച്ചെടുത്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല കേട്ടോ. ഞാനത് പറിച്ചെടുക്കും. അതിന് ശേഷം ഉള്ളതാണ് അടുത്ത വീഡിയോയ്ക്ക് മുമ്പായിട്ട് തന്നെ വിളവെടുത്തിരിക്കും. ഇത് കണ്ടോ, ഇത് നല്ല വലിപ്പമുള്ള മുളകാണ് കേട്ടോ, ബജി മുളകാണേ. അപ്പോൾ അതിൻ്റെ 1-2 എണ്ണം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അവരവിടെ നിൽക്കട്ടെ, നിറയെ ഉണ്ടാകുമ്പോൾ നമുക്ക് പറിച്ചിട്ട് ബജി ഉണ്ടാക്കാം. ഇത് നമ്മുടെ ബട്ടർനട്ടാണേ. ഇതിപ്പം ഞാനിങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ വലുതാകും. പക്ഷേ ഞാനിത് ഇന്നങ്ങ് വിളവെടുക്കുക. കണ്ടോ, ബട്ടർനട്ടെന്ന് പറഞ്ഞ സാധനമാണേ. ഇവിടെ ഒരെണ്ണം ഉണ്ട്. അത് പാകമൊന്നും ആയില്ല, എന്നാലും ഞാനിത് പറിച്ചെടുക്കുക. നമുക്കതൊന്ന് പച്ചയ്ക്ക് തിന്നാം കേട്ടോ. സാലഡ് കുക്കുംബർ പോലെ തിന്നാൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ 2 എണ്ണം എടുത്തു. ഇത് നമ്മുടെ ഈ വർഷത്തെ ശീതകാല പച്ചക്കറികളുടെ ആദ്യത്തെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നവരാണേ. ഇതെന്നാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇട്ടേക്ക് കേട്ടോ. ഇവിടെ ഒരു 2 ബേബി പടവല കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അവരെയൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ചെറുതാണ്, രാസവളമൊന്നും ഇടുന്നത് പോലെ അത്രയ്ക്ക് വലുതൊന്നും ആയി കിട്ടത്തില്ല. പിന്നെ ചിലതൊക്കെ ആദ്യത്തിലുണ്ടാകുന്നത് അങ്ങനെയൊക്കെ മാത്രമാണ് നമുക്ക് വലുതാകുന്നത്. ഇത് കണ്ടോ, ഇത് ഉജ്ജ്വല മുളകാണേ. അപ്പോൾ ഇവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ
ഇവർ പഴുത്തു പോകത്തേ ഉള്ളേ. അതുകൊണ്ട് ഞാനിങ്ങനെ പറിച്ചെടുക്കുക. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരിത് കണ്ടോ, ഇതുപോലെ ഉണ്ടോ കൊലയായിട്ടുണ്ടാകുന്നത്. നമ്മൾ ഈ ഇതുപോലെ അങ്ങോട്ട് ഒടിച്ചെടുത്താലും ഇതിൻ്റെ താഴേന്ന് വീണ്ടും മുള വരികയും ആ മുളകളിൽ ഉണ്ടാകുകയും ചെയ്തോളും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ തന്നെ എടുത്തിരിക്കുക. പിന്നെ ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ ഇങ്ങനെ വിളവെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിളവെടുത്ത് കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം പിന്നെ ചെടിയിലൊന്നും കാണത്തില്ല. അപ്പോഴാരെയും ഇവിടെ കാണാനൊക്കെ കയറി വരും. ഒന്നും ഇല്ലല്ലോ ഇവിടെ എന്ന് വിചാരിക്കാതിരിക്കണമല്ലോ എന്ന് ഓർത്ത് നമ്മളിവിടെ നിർത്തും. പക്ഷേ അത് നമുക്ക് നഷ്ടമാണ്. ഇവിടെ നിന്ന് പഴുത്തെല്ലാം പോകത്തുള്ളൂ. ഇതെല്ലാം നമുക്കൊന്ന് അടർത്തിയെടുക്കണം. കണ്ടല്ലോ ഉജ്ജ്വലമുളകിൻ്റെ പ്രത്യേകത. ഉജ്ജ്വലമുളകിൻ്റെ പ്രത്യേകത വേറെയുണ്ട്. അവരെപ്പോഴും മുകളിലോട്ടാണ് നിൽക്കുന്നത്. സാധാരണ പച്ചമുളക് താഴേക്ക് നിൽക്കുമ്പം ഇവർ മുകളിലോട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇതെല്ലാം പ്രാവശ്യം കമ്പോടെയാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. നമ്മളിത് ഇത്രയും സാധനങ്ങളിപ്പം ഇവിടുന്ന് വിളവെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വിളവെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കൊട്ടയ്ക്കകത്തിട്ടിട്ട് വരാം. ഇവിടെ ഒരു വെളുത്ത കത്രിക്കയുണ്ട്. അപ്പോൾ നമുക്ക് അവനെ ഒന്ന് വിളവെടുക്കാം. കണ്ടോ, സാമ്പാറിനകത്തിടാം. ഇവിടെ നമുക്കൊരു കറിവേപ്പുണ്ട്. അപ്പോൾ നമുക്ക് കറികൾക്ക് ചേർക്കാൻ എന്തായാലും കറിവേപ്പില വേണമല്ലോ. അപ്പോൾ ഞാൻ അത് ഇവിടുന്ന് തന്നെ പറിച്ചുകൊണ്ട് പോവാണ്. ഞാൻ പല പ്രാവശ്യം നിങ്ങളെ ഇതുപോലെ കമ്പോടെ വെട്ടിയെടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇഷ്ടം പോലെ തളിരുകൾ ഇതേന്ന് കണ്ടോ, ഇതിലൊക്കെ കുഞ്ഞു തളിരുകൾ ഇഷ്ടം പോലെ വന്നിട്ട് നമുക്ക് കറിവേപ്പില ആവശ്യത്തിന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇത് ഒരെണ്ണം കൂടെ അങ്ങോട്ട് എടുക്കുവാണേ. കണ്ടോ, ഇവിടെ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കും. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയായി. അപ്പം നമുക്ക് ഇത്രയും സാധനം, ഈ കൊട്ട നിറഞ്ഞിട്ടുണ്ട്. ഇത് 3ാമത്തെ കൊട്ടയാണേ. അപ്പോൾ ഇതും കൂടെ കൊണ്ടുവന്ന് നമുക്ക് അതിനകത്ത് മറിച്ചിടാം. അപ്പം ഇവിടെ 2-3 സാമ്പാറിനകത്ത് ഇടുന്നത് പോലത്തെ തൊണ്ടമുളകുണ്ടേ. അപ്പോൾ ഞാൻ ആ തൊണ്ടമുളകും കൂടെ പറിച്ചെടുക്കാം. അപ്പോൾ ഈ തൊണ്ടമുളക് വിളവെടുത്തപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതുപോലൊക്കെ ചെയ്തു കൊടുത്താലേ നമുക്ക് ഇതുപോലെ നമ്മുടെ ആവശ്യത്തിന് തൊണ്ടമുളകൊക്കെ വിളവെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ മറിച്ചിടുവാണേ. ആരും കണ്ടില്ലെന്ന് പറയരുത് കേട്ടോ. അപ്പം ഇത്രയും സാധനമായി. ഈ കിടക്കുന്ന തക്കാളി കണ്ടോ, കുറേയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, പഴുത്ത് പോകുന്നുണ്ട്. കിളികൾ വന്നിട്ട് കൊത്തി ഉടയ്ക്കും. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് വിളവെടുക്കാൻ പോവുകയാണേ. കണ്ടോ, അപ്പം നമുക്ക് ഇതൊന്ന് പറിച്ചു തീർക്കണം. ഇഷ്ടം പോലെയുണ്ട് കണ്ടോ. ഇങ്ങനെയൊക്കെ ഇതൊന്ന് കിടക്കുന്ന കാണുന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണേ, ഇല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് വിളവെടുക്കണം. എൻ്റെ കൃഷി ഓഫീസർക്കാണെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഒരാൾ ടെറസിൻ്റെ മേളിൽ സ്ഥലം ഇല്ലാഞ്ഞിട്ടും കൂടെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ടെന്ന് അറിയാൻ പോലും മേല കേട്ടോ. അപ്പം അതേസമയം നമ്മൾ തിരുവനന്തപുരത്തൊക്കെയുള്ള ആൾക്കാർ പറയുന്നത് അവരെ കൊണ്ട് കൃഷി ഓഫീസർ നിർബന്ധിപ്പിച്ചാണ് ടെറസിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നത്. ഞാനിവിടെ എൻ്റെ കൃഷി ഓഫീസറോട് ഇവിടെ ഒന്ന് വന്ന് കാണാവോ. കണ്ടോ, ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞതാ, നമ്മൾ പിന്നെ പോകത്തില്ല. കണ്ടോ, ഇതേപോലെ നമ്മൾ കുട്ട കണക്കിന് നമുക്ക് തക്കാളി വിളവെടുക്കാൻ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ വേനൽക്കാലത്തെ സമയത്തായിരുന്നപ്പോൾ കണ്ടല്ലോ തക്കാളി ഉണ്ടാകത്തില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? കാലാവസ്ഥയുടെ വ്യത്യാസമാണ് അതിന് കാരണം. കണ്ടോ, നമുക്കിതേ ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ടേ. ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ് കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് ഇച്ചിരി വഴുതനങ്ങ വിളവെടുക്കാം. വഴുതനങ്ങ വിളവെടുക്കാൻ പോയ വഴി കണ്ടതാണേ. അപ്പോൾ നമുക്ക് ഈ മുളകും കൂടെ ഒന്ന് എടുത്തേക്കാം. കാരണം കണ്ടോ, പലയിടത്തും പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബുള്ളറ്റ് മുളക് എടുക്കുന്നത് പോലെയല്ലേ, സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ ആ ചെടിയുടെ ഇല നമ്മുടെ കയ്യിലിരിക്കും. അപ്പം ഇലകൾ കളയാതെ, ഇലകൾ നിന്നാലല്ലേ ഉള്ളൂ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇലയൊന്നും കളയാതെ നമുക്കിതിൻ്റെ മുളക് മുഴുവനും
പറിച്ചെടുക്കണം. കണ്ടോ, നല്ല സുന്ദരി മുളകാണേ. അപ്പം ഞാൻ ഇതിവിടെ വെച്ചിട്ട് കൈ ഒന്ന് പിടിച്ചിട്ട് പറിച്ചെടുക്കാം. അതായിരിക്കും ചെടിയുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ ഞാൻ എൻ്റെ ഈ ചെറിയ ടെറസിൽ കൃഷി ചെയ്തെടുക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിച്ചോണേ. ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർ ചെയ്തിട്ട് കുറച്ച് പച്ചക്കറി വിളവെടുക്കുന്നത് പോലല്ല. അതിനേക്കാൾ വളരെ നമ്മൾ കഷ്ടപ്പാട് പെട്ടാലേ ഉള്ളൂ. പറമ്പിൽ കിടക്കുന്ന മണ്ണിനെ ഇവിടെ ചുവന്ന് കയറ്റി നമുക്ക് ഇതിനെ പല സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് വളക്കൂറുള്ളതാക്കി കീടങ്ങളെ പിടിക്കാതെ സംരക്ഷിച്ച് വളർത്താൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളെപ്പോലെ ഈ ടെറസിൽ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ വിളവെടുക്കുന്നവരെ വൻകിട കർഷകരുമായിട്ട് എല്ലാ ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്ത് വിളവെടുക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇത് ഇവിടെ ഒരു 5-6 വഴുതനങ്ങയുണ്ട്. അപ്പം നമുക്ക് അവരെ ഒന്ന് വിളവെടുക്കാം. കണ്ടോ, ചിലതൊക്കെ ഇത് വിളഞ്ഞു പോയി. ശരിക്കും ഇത്രയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം വഴുതനങ്ങയൊന്നും ഉണ്ടായാൽ അതിൻ്റെ ഒരു ഉപയോഗമില്ല. എൻ്റെ ചെറുക്കന്മാരൊക്കെ ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്നവന്മാർ പോലും ഒരെണ്ണം പോലും തിന്നുകയില്ല. പിന്നെ ഈ കത്രിക്ക ഉണ്ടല്ലോ, നല്ല ചെറുതായിട്ടുണ്ടാകുന്ന ആ കത്രിക്ക ഇളം പ്രായത്തിൽ തന്നെയാണെങ്കിൽ നമ്മളതിനെ മീനിൻ്റെയോ ഇറച്ചിയുടെയോ ചേർത്ത് നല്ലോണം വറുത്തെടുക്കുവാണെങ്കിൽ മാത്രമാണ് ഇവന്മാർ കഴിക്കുന്നത്. 2 പച്ച വഴുതനങ്ങ കിട്ടി. ഇതിനെക്കൂടെ നമുക്ക് പറിച്ചെടുത്തേക്കാം. ഇതിനകത്ത് പാവയ്ക്കയുണ്ട്, പടവലങ്ങയുണ്ട്, വഴുതനങ്ങയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, തക്കാളിയുണ്ട്, അതുപോലെ കറിവേപ്പിലയുണ്ട്, കത്രിക്കയുണ്ട്, സാലഡ് കുക്കുംബറുണ്ട്, പീച്ചിലുണ്ട്, അങ്ങനെ ഇത് കണ്ടോ ബട്ടർനട്ടുണ്ട്. അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇതിനകത്ത് കുറച്ച് വഴുതനങ്ങയുണ്ട്. അപ്പം ഇത് ഞാൻ ഈ പ്രാവശ്യം അടുക്കി പെറുക്കിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ, അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ താഴെ വീട്ടിനകത്ത് അടുക്കള കൊണ്ട് കയറ്റുന്നതെന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. എനിക്കിത് എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള അത്രേനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ടെറസിൽ നിന്ന് വിളവെടുത്തത്. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് അവിടെ കുറച്ച് സാധനം ഇരിപ്പുണ്ട്, അതിനെ കൂടെ കൂട്ടിയിട്ട് കാണിക്കാവേ. നമ്മളിതേ ഇവിടോട്ട് കയറിയപ്പോഴാണ് കണ്ടത്, ഒരു കാപ്സിക്കം കണ്ടോ, നല്ല സൂപ്പറായിട്ട് കിടക്കുവാണേ. ഇന്ന് നമ്മൾ വിളവെടുത്ത സാധനങ്ങളാണ് ഇത്രയും നമ്മുടെ ഓണത്തിന് വേണ്ടിയേ. ഇതേപോലെ എല്ലാവർക്കും വിളവെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉയർച്ചയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വർഷം ഞാൻ ഈ ഓണ ദിവസം, ഇത് 1-ാം ഓണമാണേ, ഓണ ദിവസം ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.